ബർത്ത്ഡേ ബോയ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരുപാട് നാളായാലും ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് എത്ര മാസമായി, ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മാസമായിരുന്നു നമ്മളൊരു വ്ളോഗ് എടുത്തത്. പറഞ്ഞാൽ മടിയാണ്, എടുക്കാനൊന്നും ഇപ്പോൾ താല്പര്യമില്ല. അത് പക്ഷെ ഇന്ന് എടുക്കാനൊരു താല്പര്യം. കാരണം എന്താ അറിയോ, നമ്മുടെ പൃഥ്വിയേട്ടൻ്റെ 2ാമത്തെ ബർത്ത്ഡേ. അപ്പൊ എത്ര പെട്ടെന്ന് ചെക്കൻ കഴിഞ്ഞ 1ാം ബർത്ത്ഡേ കഴിഞ്ഞൊരു പെട്ടെന്ന് കഴിഞ്ഞൊരു ഫീലാണ് ഇപ്പോൾ സത്യം പറയുന്നത്. എല്ലാവരും കുട്ടികൾ പെട്ടെന്ന് വളരുമ്പോഴാണ് നമുക്കും പ്രായമായി എന്നൊക്കെ തോന്നുക. അപ്പൊ ഇന്ന് നമുക്ക് ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടത്താമെന്ന് വിചാരിക്കണത്. അധികാരമൊന്നുമില്ല, നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ മാത്രം ഒരു കേക്കൊക്കെ മേടിച്ച് ഒരു ചെറിയ കട്ടിങ്ങൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോവാണ്. ഒരു ചെറിയൊരു കുട്ടി വ്ളോഗ്, നമ്മുടെ പൃഥ്വിയേട്ടന് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗ്. ഓക്കെ, അപ്പോൾ എന്തായി ഉള്ളിലെ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇപ്പം ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോവാന്ന് വിചാരിക്കണം. അവൻ്റെ പേരിലൊരു വഴിപാടൊക്കെ നേർന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങളൊന്ന് ആ കാര്യങ്ങൾ ചെയ്യട്ടെ. ബർത്ത്ഡേ പോയി ഉറങ്ങണോ? ബർത്ത്ഡേ പോയി ഉറങ്ങിയ അവിടെ ഇടി വെട്ടിയാലും പാമ്പ് അടിച്ചാലും ഒരാൾക്ക് ഇവിടെ ഒന്നും അറിയണ്ട. നല്ല ഉറക്കത്തിലാ. കഴിഞ്ഞ എന്നാ വേഗം വാ, അമ്പലം നടയൊക്കെ അടയ്ക്കും. യെസ്, അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇറങ്ങാണ് ഗൈസ്. എന്ത് പിത്ത്, ആർക്ക് വായ കുളിക്കാനാ പോണ്. അപ്പൊ കാറിൽ ഞങ്ങൾ യാത്ര പോവുകയാണ്. ഞാൻ സുമയും ഞങ്ങൾ പോയിട്ട് വരാം. പോയേച്ചും വെച്ചും വരാം. എന്തോന്നത് അപ്പൊ ഞങ്ങൾ കാറിൽ കയറി ഗൈസ്. പോലെ ഏറ്റവും അങ്ങോട്ട് ഒരു ഉഷാറില്ല. ഉറക്കത്തിൽ നിന്ന് പിടിച്ച് നീപ്പിച്ചിട്ട് ദേഷ്യം, എന്റെ മുഖത്ത് ദേഷ്യം നോക്ക്. കലിപ്പനാണ്, കലിപ്പൻ. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അമ്പലത്തിൽ ചാമിനെ കാണാൻ പോവാ. ചാമിന്റെ പേരിൽ നമ്മളൊരു വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് കുറി തൊടാനായിട്ട് നോക്കുമ്പോൾ ചെറുക്കൻ സമ്മതിക്കണേ ഇല്ല. പിന്നെ ഇങ്ങനെ കിടത്തി കുറി തൊടുമ്പോഴാണ് അവനൊരു ആശ്വാസം വരുള്ളൂ. ഇനി നമുക്ക് സമയം അധികം ഇല്ല. ഇനി നേരെ വീട്ടിൽ പോയി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഡെക്കറേഷൻ ചെയ്യണം, പിന്നെ കേക്ക് അവർ വിളിച്ചിട്ടുണ്ട്, അവർ കൊണ്ടുവന്നുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ പ്രിപ്പറേഷനൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ. അമ്പലത്തിലൊക്കെ നമ്മൾ തൊഴുത് നമ്മൾ പുറത്തിറങ്ങി അതിൻ്റെ പേരിൽ വഴിപാടും കഴിച്ചു. ഇനി ഒരു പ്രദക്ഷിണം വെച്ചിട്ട് നേരെ വീട്ടിലേക്ക്. പിത്തു ഒറ്റയ്ക്കൊക്കെ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. പോവാ പിത്തു, പോവല്ലേ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പ് അല്ല പിത്തു? ഞങ്ങൾക്ക് വിശക്കുണ്ട്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോവാണേ. ഇത് നമ്മുടെ മാവേലിക്കരയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഹോട്ടലാണ് കേട്ടോ ഈ ഹോട്ടൽ വെങ്കടേഷ്. ഇവിടെ ഇപ്പം തന്നെ തിരക്കൊക്കെ നോക്ക്, ഒടുക്കത്തെ തിരക്ക്. അപ്പം ഞാൻ ഒരു പൂരി സെറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛ അപ്പം പറഞ്ഞിട്ടുണ്ട്. പിത്തു അത് നോക്കിയിരിക്കുന്നുണ്ട്. യോ പൊള്ളി കൈ പൊള്ളിയുള്ളൂ. ടൈം എടുക്കും. നമ്മൾ ചട്നിയിൽ മുക്കണം, ഇതിൽ മുക്കണം, ഇതിൽ മുകളിൽ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. എൻ്റെ ദൈവമേ, അടങ്ങില്ലേ?
അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി, അമ്പലത്തൊക്കെ പോയി. ഇനി നമ്മുടെ പരിപാടി എന്താ? ഇനി നമ്മൾ പിത്തൂട്ടിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അല്ല, സിംഗിൾ ഷോട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റ് ആക്കാണ്ട് ഗൈസ്. ഇതേ പോയി. അപ്പം ഞങ്ങൾ ആദ്യം പോയി ഒന്ന് കുളിച്ചിട്ട് വരികയെന്ന്. എന്നാൽ പോയി കുളിച്ചിട്ട് വാ. അപ്പോൾ നമ്മൾ പിത്തുക്കുട്ടനെ നമ്മൾ ബർത്ത്ഡേക്ക് കുറച്ച് പിക്സും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടങ്ങിയിരിക്കട. ഞങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം എന്താണെന്നറിയോ ഗൈസ്? എന്താണ്? നമ്മള് കോട്ട് സ്യൂട്ടാണ് ഇന്ന്. അല്ല പിത്ത, കോട്ട് ഷൂട്ട് ഞങ്ങൾ വാങ്ങിച്ചല്ലോ. ഏടാ ഊരൽവാദിയെ. അപ്പോൾ പൃഥ്വിട്ടൻ റെഡി ആയിരിക്കുകയാണ് ഫോട്ടോഷൂട്ടിന്. ഞങ്ങളും ഒന്ന് റെഡിയായി. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ബ്ലാക്ക് കളറാണ് ഇന്ന്. ബ്ലാക്ക് കളറിൽ നമ്മൾ കോസ്റ്റ്യൂം അടിക്കാൻ വിചാരിച്ചു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കമന്റ് ചെയ്യണേ. അപ്പം എന്നാൽ നേരെ ഫോട്ടോ എടുക്കൽ പോകും. യെസ്, അങ്ങനെ കേക്ക് എത്തി നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയ്ക്ക്. ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒക്കെ തീരുമാനമായി. അയ്യോ വല്ലാത്ത ചൂട്. ചെറുക്കനെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കണില്ല. കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. കൊള്ളാഴ്ച കമൻറ്റ് ചെയ്യണേ. ഇല്ലടാ, ഇവന് ഭയങ്കര ചാടപ്പിശാച്ചാണ്. ജാടപ്പിശാച്ച് പിത്തു. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഇവിടെയാണ് നമ്മൾ മറ്റേ ഹാപ്പി ബർത്ത്ഡേ വെച്ചിട്ടൊരു ഡെക്കറേഷൻ, ഒരു ചെറിയൊരു കുഞ്ഞ് ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞ് സോണി ചേച്ചി ഭയങ്കര വീർപ്പിക്കലാണ് ഇവിടെ. ഒക്കെ സെറ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഒരാൾ ആ ബലൂൺ എടുത്തിട്ട് പൊട്ടിച്ച് കളയാം. അതാണ് ഇവിടെ ഒരാളുടെ പരിപാടി. പിത്തു എന്താ ഇവിടെ? നീയേ ഗായ്സ്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒന്ന് കാണിച്ചു തരേ. ചെറിയൊരു പരിപാടിയാണ്, വളരെ ചെറുത്. കണ്ടോ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഡെക്കറേഷൻ. മേലെ 2-ാം വയസ്സ് എഴുതിയിട്ടുണ്ട്. ഇതെന്താ? സിംഗം. അത് പൂച്ച. ഇത് കുരങ്ങ്. ഇതെന്തോന്ന്? ജിറാഫ്. ഇത് പശു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു ഇത് മേടിച്ചതാണ്. സോണീനെയാണ്. ആ കുരങ്ങൻ സോണി, ഇപ്പുറത്ത് പൂച്ച ഞാൻ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെ എല്ലാ പരിപാടികളും ഏകദേശം ഒക്കെ സെറ്റായി. ഇനി നമ്മൾ കേക്ക് മുറിക്കുക എന്നുള്ളൊരു ചടങ്ങിലേക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണുള്ള ഇതാണ് നമുക്കിനി കാണാം. ഓക്കെ, ഇനി നമുക്ക് കേക്ക് മുറിക്കാൻ പോവാം. എല്ലാ കൊല്ലം ഉള്ളൊരു പതിവാണ് കേക്ക് മുറിക്കുമ്പോൾ അവന് കരയണം. അതെന്താണെന്നറിയില്ല, ആ ഒരു ബഹളവും ആ ഒരു ഒച്ചയും ഇതൊക്കെ കേട്ടിട്ടാണ് തോന്നുന്നു. അവന് കേക്ക് മുറിക്കണ നേരമാകുമ്പോൾ ഒരു ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉള്ളതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ ആൾ ഓക്കെയാവും. പിന്നെ കേക്ക് വല്ലാണ്ട് അവന് ഇഷ്ടമല്ല, അധികം കഴിക്കണമെന്നും കാണുന്നില്ല. മുന്നേ കൊടുക്കുമ്പോഴും ഇപ്പോൾ കൊടുക്കുമ്പോഴും വലിയ താല്പര്യമൊന്നും അവന് കാണാറില്ല.
ഗായ്സ് അപ്പോൾ നമ്മളെ കേക്ക് മുറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, എല്ലാ വട്ടത്തിലും കഴിഞ്ഞ വട്ടത്തെ പോലെ ഈ വട്ടം കരഞ്ഞിട്ട് അവന് എല്ലാ വട്ടവും കേക്ക് മുറിക്കുമ്പോ അവന് നിർബന്ധമായിട്ട് കരയണം, ഇല്ലെങ്കിൽ അവന് അത് കേക്ക് മുറി അവന് ഇഷ്ടാവൂല. അതാണ് അവൻ്റെ ഇത്. ഇനി കുറച്ച് ഒരു ഇതൊക്കെ വരട്ടെ, അപ്പോൾ സെറ്റായി ഒന്ന് വിചാരിക്കാം. ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കണം. അല്ല അപ്പോഴേക്കും വലുതാവല്ലോ. ഇനി നമുക്ക് ഫുഡ്. അപ്പൊ നമ്മൾ ഫുഡ് അടിയിലേക്ക് കടന്നിരിക്കുകയാണ്. യെസ്, ഒരാള് കേക്കൊക്കെ വാരി തേച്ച് ആകെ അലമ്പാണ് ഇവിടെ. എന്തുവാ അത്? എന്തുവാ? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് ആ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അയ്യോ. അപ്പൊ ഞങ്ങള് നമ്മുടെ പിത്തുവിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. എവിടേക്കാ പോണേ? വെറ്റ്ലാൻഡ്, ഹരിപ്പാടുള്ള വെറ്റ്ലാൻഡിലേക്ക് പോവാണ് ഗൈസ്. നല്ല ഉറക്കക്ഷനുണ്ട്. അപ്പോൾ ഈ വെറ്റ്ലാൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് നമ്മള് അച്ഛൻ്റെ അമ്മയുടെയും വക ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുള്ള് കളിയും ചിരിയൊക്കെ ആയിട്ടായിരുന്നു ആളുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആയാലും നല്ല ഒരുപാട് കളക്ഷൻസ് കാണാനും പറ്റി. പൃഥ്വിൻ്റെ ജനിച്ച ടൈമിലും ഞങ്ങളുടെ റിസപ്ഷനൊക്കെ ഡ്രസ്സ് എടുത്തത് അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പൃഥ്വിന് വേണ്ടി എടുത്ത ഡ്രസ്സുകൾ. ഇതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇഷ്ടപ്പെട്ടിച്ച കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്. എടുത്ത ഡ്രസ്സ് 2 ഇത് അച്ഛൻ്റെ വക, ഇത് എൻ്റെ വക, ഇനി സോണിയുടെ വക വരുന്നുള്ളൂ അല്ലടി.